അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ എനിക്ക് ഒരു സ്ഥലത്തും ജോലി കിട്ടുന്നില്ല. ആ ഈഗോയിൽ നിന്നാണ് ഞാൻ പോസ്ട്രൈവ് എന്ന് പറയുന്ന കമ്പനി മരടിൽ എൻ്റെ ആശാനുണ്ട് BMW ആഷിഖ് നായർ എന്ന് പറയും. അദ്ദേഹം അവിടെ മറ്റേ EVM ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയിൽ ഓട്ടോ ഡ്രോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനി യൂസ്ഡ് കാർ കമ്പനി തുടങ്ങി. ഞാൻ അവിടെ ചെന്ന് പുള്ളിയുടെ അടുത്ത് ജോലി നഷ്ടപ്പെട്ടപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ ഒന്നിരുന്നു, യൂസ്ഡ് കാറിൻ്റെ ബിസിനസ്സാണ്. അന്നപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടെ കൗന്ത് ഫാസിലിൻ്റെ മറ്റേ ML63 MG, പൃഥ്വിരാജിൻ്റെ മറ്റേ പോർഷെ, മറ്റേ കെയിൻ, പിന്നെ അങ്ങനെ ഓരോ സെലിബ്രിറ്റീസിൻ്റെ വണ്ടി ഇങ്ങനെ യൂസ്ഡ് കാർ ഇങ്ങനെ കൊടുക്കാനായിട്ട് ഇവർ മേടിച്ചിട്ട് എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ കണ്ണ് അന്താളിച്ച് പോയി. ആഹാ, അത് കൊള്ളാലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ യൂസ്ഡ് മാർക്കറ്റിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നു, ആശാൻ്റെ കൂടെ ഇരുന്നു. ആശാൻ നായരാണ് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്ത് ഇരുന്നു. അപ്പോൾ അവിടുത്തെ എന്താ പറയുക, ജിഷിൽ ബോസ് എന്ന് പറഞ്ഞ ആൾ, അവിടുത്തെ ജിഷിൽ ബോസ് സാർ എന്നെ കാണുകയും അദ്ദേഹം അവിടുത്തെ മറ്റേ എന്താ പറയുക ഷോറൂമിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ എന്തോ GMO CEO അങ്ങനെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ നേരത്തെ എല്ലാവർക്കും എന്നെ പരിചയമുണ്ട്. പക്ഷെ അദ്ദേഹം ആ ഇത് എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഒരു കാര്യം ബോംബെ ഇവിടെ നിന്ന് വണ്ടി ഇവിടെ ഉള്ള വണ്ടിയൊക്കെ വിറ്റ് തന്ന കമ്മീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റാക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അവിടെ നിന്ന് ഞാൻ തുടങ്ങിയത്. അതിനുശേഷം പിന്നെ എൻ്റെ എന്താ പറയുക മരടിൽ ആ ഷോറൂമിൻ്റെ അടുത്ത് തന്നെ ഞാനൊരു വീടിൻ്റെ താഴെ ഒരു ചെറിയ ഒരു 250 സ്ക്വയർ ഫീറ്റ് ഓഫീസ് എടുത്തു. ആ ഓൺലൈൻ കമ്പനിയായിട്ട് തുടങ്ങി. ഞാൻ ഈ പറയുന്ന ഉള്ള ഡീലേഴ്സിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും ഞാൻ വിറ്റ വണ്ടികളൊക്കെ ഞാനിത് OLXും മറ്റുള്ള ഇൻസ്റ്റാഗ്രാമും ഇതിലൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്വയം ചെയ്തു. ഒരു ഒറ്റയ്ക്ക് ഞാൻ പല സ്ഥലത്തും പോയി കറങ്ങി കിടന്ന് വണ്ടി വിറ്റ് അവിടെ നിന്നാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ. പിന്നെ എനിക്ക് ഒരാഗ്രഹം വന്നു, എന്തുകൊണ്ട് എനിക്കൊരു ഷോറൂം ഇതുപോലെ ചെറിയ ഷോറൂമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് തുടങ്ങാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാനിവിടെ 2021 ഡിസംബർ 9 നമ്മൾ ഈ ഷോറൂം പോസ്ട്രൈവ് പരമ്പിളിനാറിൽ എൻ്റെ വീടിൻ്റെ അടുത്ത്. എൻ്റെ വീട് ഇവിടെ പരമ്പിളിനാർക്ക് അടുത്ത് തന്നെ കസ്തൂർബ എന്ന് പറയും, അവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനൊരു ലാൻഡ് കിട്ടുകയും ഞാൻ ഈ ബിൽഡിങ് അങ്ങനെ കുറേ കഷ്ടപ്പെട്ടുണ്ടോ വന്നു പണിത് ഇവിടെ ഷോറൂം തുടങ്ങി. ഇപ്പം മുകളിൽ എനിക്ക് റെൻറ്റ് കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, തെറ്റില്ലാതെ ഷോറൂം പോകുന്നുണ്ട്. ഇതാണ് ഞാൻ ഇവിടെ വരെ എത്തിയുള്ള കഥ. അപ്പോൾ ഇനിയും എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരുപാട് ദൂരങ്ങളിലേക്ക് പോകുന്നുണ്ട്. ദുബായിൽ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ദൈവാനുഗ്രഹിച്ച് എനിക്ക് നല്ലൊരു ഇപ്പം ഇതുവരെ എനിക്ക് ഇവിടെ ഈ ഷോറൂമിൽ പാർട്ട്ണറൊന്നുമില്ല. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പിന്നു എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയും ഇതുപോലെ വണ്ടിനോട് ഭയങ്കര ക്രേസുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ ദുബായിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വന്ന എൻ്റെ കഥകൾ. പിന്നെ എൻ്റെ ബാല്യകാലങ്ങളും എൻ്റെ അച്ഛനമ്മനെ പറ്റിയും അതിനെപ്പറ്റിയൊക്കെ ഞാൻ വരാം. എന്തായാലും നവീനിലേക്ക് ക്യാമറ തിരിച്ചു കൊടുത്തിട്ടാണ് ഉറങ്ങിപ്പോയിന്ന് തോന്നുന്നു. എൻ്റെ തള്ളു കേട്ടിട്ട് ഉറങ്ങിപ്പോയിന്ന് തോന്നുന്നു. എന്തായാലും നവീനിലേക്ക് ക്യാമറ തിരിച്ചു വെച്ചിട്ട് അവൻ്റെ അനുഭവങ്ങൾ അവൻ പറയും. നവീൻ ഉറങ്ങാതെ നോക്കിയിട്ട് പറ, ഉറങ്ങി കഴിഞ്ഞ എന്റെ നല്ല കാര്യങ്ങൾ പറയുമ്പോ എപ്പോഴും ഇവനിങ്ങനെ സൈഡിൽ നിന്നിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ കിടന്നിങ്ങനെ. ഈ 25 വർഷവും ഞാൻ എല്ലാ ദിവസവും ഈ കഥ തന്നെ ഒന്ന് ആലോചിച്ചൊക്കെ ഓരോ മണിക്കൂർ വെച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതാണ് ഇയാളുടെ ഈ ഉയർച്ചയെ കുറിച്ച്. ഞാൻ സുഹൃത്തുക്കളെ, ഞാൻ ദയവ് ഇത് പറയുന്നത്, ഞാൻ അങ്ങനെ വലിയ ഉയർച്ച ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ഒരു സെയിൽസ് ഓഫീസർ എന്നുള്ള ലെവലിൽ നിന്നും എൻ്റെ ഒരു പോസ്ട്രൈവ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വന്ന ഒരു കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാനിപ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ വലിയ ഒരു ഉയർച്ചയിലേക്കും പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ പറയുന്നു, എന്നെ അതായത് ഒരു ചെറ്റക്കുടിലിൽ നിന്ന് വന്ന ഒരാളെന്നുള്ള നിലയിൽ ഇവിടെ വരെ ഇപ്പം നമ്മൾ എത്തി എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സ്വയം ഒരു ചെറ്റക്കുടിൽ നമ്മളല്ലേ ഭയങ്കര എളിമയുള്ള ഒരു സുഹൃത്താണ്. എൻ്റെ സുഹൃത്തുക്കൾ നോക്കണമെങ്കിൽ ഇത്ര എളിമയുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല. കാര്യം ചെറ്റക്കുടിൽ നിന്ന് ഇദ്ദേഹം, നമ്മളെല്ലാവരും ഈ പറയുന്ന പോലെ നമ്മളെല്ലാവരും ഓരോ വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പൊ ആ വീടിന് ഒരിക്കലും നമ്മൾ ചെറ്റക്കുടിൽ എന്ന് പറയരുത്. അങ്ങനെയല്ല, വേറൊന്നുമല്ല. ഞാൻ വളരെ എൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളൊരു എന്താ പറയുക മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അച്ഛൻ ഈ പറയുന്ന പിന്നെ നിങ്ങൾ ചെറ്റക്കുടിൽ എന്ന് പറഞ്ഞാൽ അതല്ല ഞാൻ പറഞ്ഞത്. ഒരു ജോലിക്കൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്താണ്, അന്നന്ന് ജോലിക്കും അന്നന്ന് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അല്ലാതെ ഞങ്ങൾ അങ്ങനെ വലിയ ആൾക്കാരൊന്നും അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞിട്ട് എൻ്റെ വീട് എന്ന് പറയുന്നത് വൈപ്പിനിൽ ചെറായി. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും അടുത്ത എല്ലാവരും അറിയാവുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പണ്ട് അങ്ങനെ അത്രത്തോളം. ഇപ്പം ചെറായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. മുനമ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടെ ഒരു സാധാരണ ഫാമിലിയിൽ സാധാരണ അച്ഛനും അമ്മയുടെയും ഒരു മകനായിട്ടാണ് ഞാൻ ജനിച്ചത്.
എനിക്കൊരു ബ്രദറും കൊണ്ടുണ്ട്. പുള്ളിയുടെ പേരും രതീഷ് മാരാത്ത് അശ്വൽ എന്നാണ്. അശ്വൽ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, എൻ്റെ അച്ഛൻ്റെ പേരാണ് അശ്വൽ. കാരണം ആർക്കുമില്ല, ഒരാൾക്കും ആ പേരിൽ അശ്വൽ എന്ന് പേരുള്ള ഒരാളാണ് ഞാൻ ഇതുപോലെ കേട്ടില്ല. അത് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് എടുക്കുന്നു. എൻ്റെ പേര് ഫുൾ നെയിം രാജേഷ് മാരാത്ത് അശ്വലൻ. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ പേര് രതീഷ് മാരാത്ത് അശ്വലൻ. അദ്ദേഹം ഇവിടെ വി സ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ കേരള, കർണാടക, തമിഴ്നാട് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഹെഡാണ്. 3 ടെറിട്ടറിയുടെ മാർക്കറ്റിംഗ് ഹെഡാണ് പുള്ളി. അദ്ദേഹം ഫോർട്ട് കൊച്ചിയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അത് ഇതാണ് എനിക്കൊരു ബ്രദറേ ഉള്ളത്. പിന്നെ അച്ഛനും അമ്മ, പിന്നെ എൻ്റെ വൈഫിൻ്റെ പേര് ശ്രീജ എന്നാണ്, ശ്രീജ രാജേഷ്. മറ്റേ വൈഫ് ഇവിടെ പരമ്പള്ളി എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നു, ഒരു ഡിസൈൻ കമ്പനിയിൽ, എത്നിക് ഡിസൈൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ മോളുണ്ട്, മോള് കൃഷ്ണ രാജേഷ്. പിന്നെ രണ്ടാമത്തെ മോളുടെ പേര് വൈഷ്ണ രാജേഷ് എന്നാണ്. രണ്ടുപേരും പഠിക്കണേന്ന്. അപ്പോൾ എത്രയെല്ലാം പഠിക്കണമെന്നല്ലേ ഒരു ഇതൊന്നുമില്ല, പഠിക്കണതിൻ്റെ കാര്യത്തിൽ പറയാം. എൻ്റെ മൂത്ത മോള് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പം BCom വിത്ത് LLB എന്ന് പറഞ്ഞ കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ പൂത്തോട്ട് അസൻ കോളേജിലാണ് പഠിക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ മോള് 9th പഠിക്കുന്നത്. STC സെൻട്രൽ SS എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിക്കുന്നത് എറണാകുളത്ത്. മോളുടെ ഫാമിലി ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നുണ്ട്, ഒരു ദിവസം കാണിക്കുന്നുണ്ട്, യൂട്യൂബിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞത് 2003 കല്യാണം കഴിഞ്ഞത്. എൻ്റെ ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. വൈഫിൻ്റെ വീട് ചേർത്തലയിലാണ്. ശ്രീജ എന്നാണ് പേര്, ശ്രീജ രാജേഷ്. ഇനി നവീനിലേക്ക് വരാം. നവീനിപ്പോൾ ഒരു കോള് വന്നു. അതെന്ന് വെച്ചാൽ നമ്മുടെ വേറൊരു സുഹൃത്തും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരത്തെ പറയാത്തത് കൊണ്ട് അദ്ദേഹം വരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചിട്ടില്ല. ഇപ്പൊ ഇത് ആദീഷ് മേടിച്ചരാന്നും പറഞ്ഞിങ്ങനെ അവരോട് വരാൻ പറ എന്നൊന്നുമില്ല. അല്ല ഫോണൊന്നും എടാ ചെയ്യാതെ വരുന്നുണ്ടാ? അവിടെ വാടാ, വെറുതെ ഇരുന്നെങ്കിൽ നമുക്ക് സംസാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്, അത്രേ ഉള്ളൂ. അത് നമുക്ക് കഴിക്കാൻ വേണ്ടി പോവാം. വാ നമുക്ക് കഴിക്കാൻ പോവാം. നീ വന്ന് നമുക്ക് ഒരുമിച്ച് പോവാം. എടാ ഒരുമിച്ച് പോവാടാ, നീ വാടകയും കിടന്നു. ഓക്കെ വരും. അപ്പൊ നമ്മുടെ വേറെ സുഹൃത്തും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു സുഹൃത്ത്, ഞങ്ങൾ വേറെ സുഹൃത്തിനെ വിളിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ. എന്താ പറയാ, അങ്ങനെ അവനും കുറെ കഥകൾ പറയാനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വരുമെന്നറിയില്ല, ചിലപ്പോൾ വരികയായിരിക്കും. അപ്പൊ ഇനി ഇതൊക്കെയാണ് എൻ്റെ കഥകൾ. അപ്പൊ നിങ്ങൾ ഇനി നവീൻ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നതെന്നുള്ളത് നവീൻ തന്നെ പറയട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നവീൻ, നിങ്ങൾ ഈ പറയുന്ന നവീൻ അറക്കൽ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക സീരിയൽ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്ന രീതിയിലേക്ക് ആയത്. അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആളുകൾ കാണും വളരെ ഭയങ്കര സംഭവം എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നവീൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ണിമേരി എന്ന് പറയുന്നത് അവൻ്റെ ആൻറ്റിയാണ്. എന്നിട്ട് പോലും ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അതിൻ്റെ കഥയാണ് ഇനി നവീൻ പറയാൻ പോണത്. നവീനിലേക്ക് ആ കഥ പറയാതെ. പിന്നെ തീർച്ചയായിട്ടും ഞാൻ അതാ പറഞ്ഞിട്ടുണ്ട്. കഥ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളുടെ പണ്ടുതൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ ഇൻഡസ്ട്രിയിലോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പിന്നെ നാച്ചുറലി നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആദ്യമാണെങ്കിലും നമ്മൾ ആരെയും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ആദ്യമായിട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു സൂര്യ TV-യിൽ. ആ പ്രോജക്റ്റ് ഈ പറയുന്ന പോലെ മിന്നൽ കേസരി എന്ന് പറഞ്ഞിട്ടൊരു ഫാന്റസി സബ്ജക്റ്റ് ആയിരുന്നു. അത് ഒരു 50 എപ്പിസോഡേ പോയുള്ളൂ. പിന്നെ അതിനുശേഷം അല്ല അത് ഇയാൾ നായകൻ താനായിട്ട് നായകനെ മാറ്റിയെന്നുകൊണ്ട് ഞാൻ കണ്ടത്. നായകനെ മാറ്റി എന്നുള്ളതല്ല, പുള്ളി അറിയാലോ, പുള്ളി അല്ല നെഗറ്റീവ് പറയണല്ല. അതില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ ഇതുണ്ട്. കാരണം ഡബിൾ റോളിലായിരുന്നു. കാരണം രണ്ടെണ്ണം. അപ്പൊ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നല്ല സീരിയലായിരുന്നു. പക്ഷെ അത് അവസാനമായി കഴിഞ്ഞപ്പോഴേ റേറ്റിംഗ് കുറഞ്ഞുകൊണ്ട് നിർത്തിയതിന്റെ അല്ല, ആ കഥ തന്നെ മാറ്റി പിടിച്ചു. ഇയാളുടെ ഇതിന്റെ കഥ തന്നെ മറ്റേ തനിക്ക് പ്രാധാന്യം കുറഞ്ഞിട്ടുള്ള സാധനം. എനിക്ക് പ്രാധാന്യം കുറഞ്ഞിട്ടൊന്നുമില്ല ആ സീരിയലില്. ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിനു മുമ്പ് കായംകുളം മുസ്ലിം എന്ന പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ അതേ സെയിം പ്രൊഡ്യൂസർ, അതേ സെയിം ഡയറക്ടർ തന്നെയായിരുന്നു ആ പ്രോജക്റ്റും. പിന്നെ ഈ പറയുന്ന പോലെ അത് അത്രയും അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ 50 എപ്പിസോഡിൽ നിർത്തേണ്ടി വന്നു. പിന്നെ അതിനുശേഷം സബ്ജക്റ്റ് ഒക്കെ നല്ല കുതിരപ്പുറത്ത് വരുന്നു. അത് ഡബിൾ റോളാണ്. കുതിരപ്പുറത്ത് വരുന്ന ഒരാൾ മിന്നൽ കേസ്. അത് ഇയാൾക്ക് മറ്റേ ജിമ്മനാണല്ലോ. മറ്റേ ഇയാൾ 16 വയസ്സിലെങ്ങാണ്ടാണ് ജിമ്മിലൊക്കെ പോയിട്ട്. നമ്മുടെ സാധാരണ ആൾക്കാർ, ഇയാള് 16 വയസ്സിലേക്ക് പോയിട്ട് ആചാര ബാഹുബലിയിലെ ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ വേറെ കാര്യമുണ്ട്. എനിക്ക് 16 വയസ്സെന്ന് പറയുമ്പോൾ ഇയാൾക്ക് 28 വയസ്സാണ്. ആ വ്യത്യാസമുണ്ട്.
ആ സമയത്തൊക്കെ ഈ വയസ്സ് കൂട്ടി പറഞ്ഞാലോ അല്ല, ഒരു ഒറ്റ കാര്യം പ്രേക്ഷകരെ ചോദിച്ചാൽ മതി. ഇയാളുടെ മൂത്ത മോൾക്ക് എത്ര വയസ്സുണ്ട്, ഏത് വർഷത്താണ് കല്യാണം കഴിഞ്ഞതെന്ന് ചോദിച്ചാൽ മതി. 2 മക്കളാണുള്ളത്, ഒരു മോളും ഒരു മോനും ഉള്ളത്. അപ്പൊ ഈ മോൾ എത്രയിലാണ് പഠിക്കണെന്ന് ആദ്യം ചോദിക്കാം. മോള് +1 സന്തോഷം. ഞാൻ +1 പഠിക്കുന്ന മോള്. എന്റെ കല്യാണം 24 വയസ്സിലാണ് കഴിഞ്ഞത്. ഇദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞത് 26, 27 വയസ്സിലാണ് കല്യാണം കഴിയുന്നത്. അപ്പൊ തന്നെ ആലോചിക്കണം, 3 വർഷത്തിന് ശേഷമാണ് എന്റെ കല്യാണം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് ഇയാളുടെ കല്യാണം കഴിയണത്. അപ്പൊ +2 പഠിക്കണമെന്ന കൊച്ചെന്ന് പറയുമ്പോ +1 പഠിക്കുന്നത്. എന്റെ മോള് ഇപ്പൊ മറ്റേ +2 കഴിഞ്ഞിട്ട് മറ്റേ LLB സെക്കൻഡ് ഇയർ ആണ്, അതായത് +2 കഴിഞ്ഞിട്ട്. അപ്പൊ ആ 3 വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ട് കല്യാണം കഴിച്ചത്. അപ്പൊ ഇയാളുടെ മോൾക്കും എന്റെ പ്രായത്തിൽ കല്യാണം കഴിയണമെങ്കിൽ എന്റെ മോളിനേക്കാളും 1 വയസ്സ് കൂടുതൽ ഇയാളുടെ മോൾക്കായിരുന്നല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ആരോഗ്യം ഇതിൽ ആരാണ് ചേട്ടൻ, ആരാണ് അനിയൻ? ചിലപ്പോ ഇയാള് മറ്റേ പ്രേക്ഷകര് മറ്റേ സീരിയൽ നടനൊക്കെ ആയതുകൊണ്ട് ഇയാൾക്കായിരിക്കും കൂടുതൽ സപ്പോർട്ട് കിട്ടുക. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇയാൾ വയസ്സ് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്തപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇയാളുടെ വയസ്സ് എത്ര. ഞാൻ വയസ്സ് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തല്ല. അതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ഞാൻ ഇദ്ദേഹത്തിനെ പോലെ ഒരുപാട് ഈ പൊറോട്ടയും പിന്നെ ചാറൊന്നും ഞാൻ കഴിക്കാറില്ല. ഞാൻ ഈ പറയുന്ന പോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. പിന്നെ ക്വാളിറ്റി പക്ഷേ ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും. വളരെ ഇങ്ങനെ നോക്കി ഇയാളുടെ കൈ നോക്കി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ലിമിറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം. ഇയാളുടെ ഭക്ഷണ രീതികൾ പറയാം. ഇയാൾക്ക് 3 ഹാബിറ്റ്സ് ആണ് ഉള്ളത്. എന്തൊക്കെയാണെന്നറിയാമോ? ഒരെണ്ണം ഞാൻ പറയൂല, അത് പറഞ്ഞ പ്രശ്നമാവും, അതുകൊണ്ട് ഞാൻ പറയില്ല. 2 എണ്ണത്തിനെ പറ്റി ഞാൻ പറയാം. 1, അമിതമായി കഴിക്കുക. മനസ്സിലായ? അമിതമായി കഴിക്കുക, മനസ്സിലായല്ലേ? അത് ഭയങ്കര ഹാബിറ്റ്സ് ആണ്, മനസ്സിലായ? പിന്നെ മറ്റതുണ്ട്, അത് ഞാൻ പറയണില്ല. അപ്പൊ പിന്നെ ഇയാളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അതാണ്. കാരണം ഇയാളെപ്പോഴും പിന്നെ ഒരു ഗുണമുണ്ട് കേട്ടോ, അത് ഞാൻ വളരെ ഇതായിട്ട് പറയാം. എന്ത് പണ്ടാറുമായാലും അടിച്ച് കൂതറ തലേദിവസം ആയതാണ് ജിമ്മിൽ പോകുമ്പോൾ ജിമ്മിൽ പോയി പുള്ളിയുടെ മറ്റേ എന്താ പറയാ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് അതൊക്കെ പുള്ളി നെഗറ്റീവും മാത്രമല്ല പോസിറ്റീവും പറയണമല്ലോ. അത് ഇയാളെ സമ്മതിച്ചിട്ടേ പറ്റുള്ളൂ. അടിച്ച് താഴെ ഇടുന്ന പറഞ്ഞ പോലെയാണ്. ആദ്യം ഇയാളെ മറ്റേ ഞാൻ പറയാനില്ല, ഇത് ഞാൻ പറയാനില്ല എന്നൊക്കെ പറയുന്നത്. മനുഷ്യർക്ക് എന്താണ് ഇല്ലാത്തത്, മനുഷ്യർക്ക് എന്താ ഉള്ളത്? എല്ലാവർക്കും അവരവർക്ക് അവരുടേതായ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞത് ഭക്ഷണരീതിയാണ്. ഭക്ഷണരീതി എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിന് കഴിക്കുക. എന്തിനാണ് ഈ അനാവശ്യമായിട്ട് ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ രാത്രി എപ്പോൾ നോക്കിയാലും ചോറും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോറ് കഴിക്കാറില്ല സുഹൃത്തെ. ഒരു നേരം കഴിക്കും, ഉച്ചക്ക് മാത്രം ചോറ് കഴിക്കുള്ളൂ. പിന്നെ ആ ചോറ് കഴിക്കുന്നവർ 2 കാലം ചോറാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കൊളസ്ട്രോൾ കുറയാതിരിക്കണത്, അതുപോലെ ഷുഗർ എങ്ങനെ കുറയാതിരിക്കണത്? ഞാൻ പലപ്പോഴും പുള്ളിക്ക് ഞാൻ ഇത് വർക്കൗട്ട് പറഞ്ഞു കൊടുത്തതാണ്. പക്ഷെ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ്. പിന്നെ മദ്യപാനം അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും ബീഡി വലിക്കുമ്പോൾ മാത്രം മദ്യപിക്കും. അല്ലാതെ അങ്ങനെ പിന്നെ ബീഡി വലി അങ്ങനെ എപ്പോഴും ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വല്ല മുക്കാൻ തോന്നുമ്പോൾ പുള്ളി ബീഡി വലിക്കുന്നില്ല. അങ്ങനെ പുള്ളിക്ക് അങ്ങനെ അനാവശ്യമായിട്ടുള്ള ശീലങ്ങളോ കാര്യങ്ങളോ. ബീഡി വലിന്ന് സുഹൃത്തുക്കൾ ഒരു കാര്യം മനസ്സിലാക്കി, ബീഡി വലിന്ന് ഞാനങ്ങനെ ബീഡി വലിയും ഇതൊന്നുമില്ല. ഇയാളുടെ ചുണ്ടാണ്ടല്ലേ കറുത്തിരിക്കണത്? ഇയാളുടെ ചുണ്ട് നോക്ക് സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കി. ഇയാളുടെ ചുണ്ടാണോ എന്റെ ചുണ്ടാണോ കറുത്തിരിക്കണം? ഞാൻ വന്ന സമയത്ത് ഒരു കുന്ന് ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കണം. ഇപ്പൊ സംഭവം അറിയോ? ബീഡി വലിയൊന്നുമില്ല. എല്ലാം നമ്മൾ ബോയ്സ് ആയി കഴിയുമ്പോൾ കണ്ടടിക്കണം അല്ലേ? എല്ലാം അതൊരു ബോയ് ആണുങ്ങളായി കഴിഞ്ഞിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളൊന്നും സുഹൃത്തുക്കൾ നമ്മൾ ആരും കളിയാക്കി പറഞ്ഞല്ല. അതായത് കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇമോഷണൽ ഫീലിംഗ് ഹാപ്പിനെസ് വരുമ്പോൾ നമുക്ക് 2 അടക്കം അടിക്കട്ടോ. അതിലൊന്നും ഒരു തെറ്റും പറയരുത്. അവനും അടിക്കും ഞാനും അടിക്കും. 2 അടിക്കും എന്ന് പറഞ്ഞാൽ 2 കുപ്പിയാണ് ഒറ്റ. പിന്നെ എന്നെ കണ്ടാലും കുപ്പി അടിക്കുമെന്നുള്ളത് സ്വന്തം ഇങ്ങനെ കൈ വറക്കാതെ ഒന്ന് കൈ വറക്കാതെ ഒരു കൈ വറക്കലും ഇല്ല. ഇങ്ങനെ ഇയാള് ഇങ്ങനെയൊക്കെ പറയും, മനസ്സിലായ? അതായത് ഒരു കാര്യം, ഒന്നിനും അടിമ ആകരുത്, അഡിഷൻ ആകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഉദ്ദേശം. എല്ലാം നമുക്ക് വേണം ലൈഫിൽ, പക്ഷെ ഒന്നിന്റെ അഡിഷൻ ആകരുത്.
കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്താ പറയുക ഒരുപാട് അംബിഷൻസും കുറേ കാര്യങ്ങളും അച്ചീവ് ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒന്നിനും അഡിഷൻ ആകരുത്, എല്ലാം വേണം. എന്നെയൊക്കെ സംബന്ധിച്ചോളം ഇപ്പം ഞാൻ പറയാം 2 ദിവസം അടുപ്പിച്ച് വെള്ളം അടിച്ചെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂർ പോയി എന്തെങ്കിലും ഒക്കെ നമ്മളെ നിർത്തും, നാളെ അത് നിർത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ആയിട്ട് നിർത്തും. എൻ്റെ വൈഫ് പോലും അതുകൊണ്ട് എന്നോട് ഒരു കൺട്രോളിങ് എനിക്കില്ല.